ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വാർത്തകൾ വിശദമായി. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും വ്യവസ്ഥകൾ പാലിക്കാത്ത 345 രാഷ്ട്രീയ പാർട്ടികളെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന നടപടികൾ ആരംഭിച്ചു. 2019 മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലോ പാർട്ടി കാര്യക്ഷമതാ യോഗത്തിൽ തുടർഭരണ സാധ്യതയെന്ന് ഐക്യകണ്ഠേന അഭിപ്രായം. അയ്യോ കൈ ഒന്ന് പൊള്ളിയതാ, ദേ കണ്ടില്ലേ? തുടർഭരണം നല്ലതല്ലേ? ഇതാരാ രാവിലെ? ഇവനെ എത്ര അച്യുതനായിരുന്ന രാവിലെ എവിടെ പോയി? ഗുരുവായൂർ അമ്പലത്തിൽ പോണോന്ന് അമ്മയ്ക്ക് ഒരേ വാശി. ബസ് കയറ്റി വിടാൻ പോയതാ. ചേട്ടാ ഒരു ചായ. ഭാര്യയുടെ അനുജത്തി ഭർത്താവിനൊപ്പം ഒളിച്ചോടി. ചേടാ, ഒരുത്തന് തന്നെ ഇവിടെ 2-3 പെണ്ണുങ്ങളാ. ബാക്കിയുള്ളവരെ ബംഗാളിയും കൊണ്ടുപോകും. ചുമ്മാതല്ല ഇവിടെ മലയാളി പയ്യന്മാർക്ക് പെണ്ണ് കിട്ടാത്തത്. പിന്നെ പഞ്ചായത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം? പഴയ പോലെ പൊക്കിക്കാണിപ്പൊക്കെ ഉണ്ടാ? അത് പിന്നെ സ്ഥിരമല്ലേ. അല്ല, അച്ഛൻ്റെ 101ാമത്തെ പെണ്ണ് കാണലും അലമ്പായെന്ന് കേട്ടല്ല. എന്തുപറ്റി? ചത്തകുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ലല്ലോ. പോയത് പോയി. അല്ല, 102ാമത്തെ പെണ്ണ് കാണൽ ഇനി എന്നാ? ഇനി അച്യുതിന് പെണ്ണ് കാണലില്ല. 102ാമത്തെ ചായ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ കൈ ഞാൻ വാങ്ങിച്ചു കുടിക്കും. ഒളിച്ചോട്ടോ? ഏതാ പെണ്ണ്? എന്നാ ഓടുന്നേ? പഞ്ചായത്ത് മേളയ്ക്ക് വൈകിട്ട് 4 മണിക്ക്. ഇയാള് വരുന്ന ഓടാൻ? ചൂടാവാതെ അച്യുതാ, നിന്റെ കല്യാണം ഈ നാടിന്റെ സ്വപ്നമല്ലേ? പിന്നെ പറ, ഏതാ പെണ്ണ്? എത്ര ആളായി തുടങ്ങിയിട്ട്? എടാ, ഞങ്ങൾ കൂടെ ഇല്ലേ? ഇല്ലയോ? പിന്നെ അവക്ക് എന്നോടൊരു ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷെ ഞാൻ തീരുമാനമെടുത്തത് ഇന്നലെ രാത്രിയില്ല. എടാ, സസ്പെൻസ് ഇടാതെ പെണ്ണാകുന്ന പറടാ. നമ്മുടെ പനക്കിലെ സുഭാഷിന്റെ പെങ്ങള്. നമ്മുടെ സുമലതയോ? നമ്മുടെ സുമലതയല്ല, എന്റെ സുമലത. അതെന്തായാലും കലക്കിയടാ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ, അല്ലയോ? പിന്നെ മോഹൻലാലും ശോഭനയും പോലെ. നേര്. എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ. പിന്നെ വേറെ എന്ത് പറ? ഇവനോ? എവിടെടാ എന്റെ പെങ്ങള്? പറയടാ നാറി, എന്റെ പെങ്ങളെ നീ എവിടെ കടത്തിയത്? ദേ സുഭാഷേ, നിന്റെ പെങ്ങളെ കടത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യം എനിക്കില്ല. പട്ടാപ്പകല് നിന്റെ വീട്ടിൽ കയറി വന്ന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ടാ. പിന്നെ അവൾ ഇറങ്ങി വന്ന താലി കെട്ടി കൂടെ പൊറിപ്പിക്കുകയും ചെയ്യും. നീ ഞൊട്ടും. നിന്റെ മുട്ടുകാലി ഞാൻ വിട്ടും. നിങ്ങൾ ഈ മുട്ടുകാലി വെട്ടുന്ന കാര്യം പറയാതെ പെണ്ണെവിടാന്ന് പറയടാ. അത് ഇവനറിയാം. ദേ മെമ്പറെ, ഗുരുവായൂർ പോവാൻ കയറ് പൊട്ടിക്കുന്ന അമ്മയെ വണ്ടി കയറ്റി വിടാൻ പോണോ അതോ ഇവന്റെ പെങ്ങളെ കടത്തിക്കൊണ്ട് പോകാൻ പോണോ? അത് ശരിയാ. അച്യുത എങ്ങനെ നിന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടു പോകും? അതിന് കടത്തിക്കൊണ്ട് പോയത് ഇവനല്ല, ഇവന്റെ അമ്മാവൻ. ദേ തോന്നിവാസം പറയരുത്. എന്റെ അമ്മാവൻ അങ്ങനെ ചെയ്യൂല. ചെയ്യില്ല, നീ ചെയ്യിപ്പിച്ചതാ. ഏത് ഗോഡൌണിലാടാ നീ എന്റെ പെങ്ങളെ ഒളിപ്പിച്ചേക്കുന്നേ? ഗോഡൌണോ? ഇതൊന്നും ജോസ് പ്രകാശിന്റെ സിനിമയെ? നിനക്ക് പ്രാന്താന്നോടാ? മെമ്പറെ, ഓ എന്റെ പെങ്ങളെ ഇവന് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതാ. അപ്പൊ ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് പണി തരുമെന്ന്. അത് ഇങ്ങനത്തെ ഒരു ചെറ്റത്തരമാണെന്ന് ഞാൻ അറിഞ്ഞു. കുറെ നേരമായല്ലോ നീ കടത്ത് കയറ് പൊട്ടിക്കുന്നു. എന്റെ അമ്മാവൻ അവളെ കൊണ്ടുപോയെന്ന് നിന്റെ തെളിവുണ്ടോ? തെളിവുമുണ്ട്, സാക്ഷിയുണ്ട്. പറഞ്ഞു കൊടുക്കടാ. രാത്രി 1 മണിയെ കാണും. അച്ചുവേട്ടൻ്റെ അമ്മാവൻ ചേച്ചി ഒരു ഒമിനി വാനി കടത്തിക്കൊണ്ടുവന്നത് ഞാൻ കണ്ടത്. ഒമിനി വാനി. എന്നിട്ട് അപ്പ തന്നെ നീ എന്തുകൊണ്ട് സുഭാഷിനെ അറിയിച്ചില്ല? അറിയിക്കാൻ പോയതാന്ന്. കലിങ്ങിന് കാലേറ്റി കുഴിയിലാ വീണത്. ബോധം വന്നപ്പോൾ നേരം വെളുത്ത്. പിന്നെ ആശുപത്രി പോയി 4 തുന്നലൊക്കെ കെട്ടിയിട്ട് സുഭാഷ് എന്നെ പോയി വിവരം അറിയിച്ചു. ബെസ്റ്റ്. നിക്കടാ നിക്ക്. എന്താ ഈ ചെരുപ്പ് ആരുടേതാടാ? ഇത് എന്റെ അമ്മാവന്റെ. ഇപ്പോഴും മെമ്പറെ, അച്യുതാ, കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നിഗൂഢമായ ഒരു ചതിയുടെ കഥയാണ് ഇവിടെ വെളിവാകുന്നത്. മനസ്സിലായില്ല. അതായത്
സ്ഥാനം കൊണ്ട് അമ്മാവനാണെങ്കിലും പ്രായം കൊണ്ട് ചെറുപ്പമാണ്. സുമലതയുടെ അതേ പ്രായം. അല്ല, മെമ്പർ എന്തോ ഈ പറഞ്ഞു വരുന്നേ? അത് തന്നെ, അവർ മുന്നേ പ്രണയത്തിലായിരുന്നു. എല്ലാവരെയും വെടികളാക്കി അവർ ഒളിച്ചോടി. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തി. അതാര് പറഞ്ഞു? അല്ലെങ്കിൽ ഇന്ന് തന്നെ വാശി പിടിച്ചവൻ്റെ അമ്മ ഗുരുവായൂർ പോവോ? അത് ശരിയാ. സ്വന്തം മകനെക്കാട്ടിന് സ്നേഹം സഹോദരനോട് കാണിച്ച അവരൊരു അമ്മയാണോ? അച്യുതാ, പോയത് പോട്ടെ. പെണ്ണിൻ്റെ മനസ്സ് അങ്ങനെ. നിന്നേക്കാൾ പ്രായക്കുറവും നല്ലൊരു ജോലിയും, പിന്നെ അവളെന്നും ഈ പട്ടിക്കാട് കിടന്നാൽ മതിയാ? എടാ, അവളും ഗൾഫൊക്കെ ഒന്ന് കാട്ടടാ. പിന്നെ ഗൾഫുകാരൻ്റെ അളിയണെന്ന് പറഞ്ഞാൽ സുഭാഷിന് ഒരു അന്തസ്സല്ലേ? അന്തസ്സോ ഇവനോ? എന്നാലും മെമ്പറെ, ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് സ്വപ്നം ഞാൻ കണ്ടതാ. അതൊക്കെ ഞാൻ എങ്ങനെ കളയും? എടാ, സ്വപ്നം കളയണ്ട, അതിലെ നായികയെ മാത്രം കളഞ്ഞാൽ മതി. ഇവനെയൊക്കെ ആരടാ മെമ്പറാക്കി? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാർ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയ താമസക്കാർ വല്ലതായിരിക്കും. ആയിരിക്കും. അതാരായിരിക്കും? ദേ ഗുരുവായൂരിന്നെത്താൻ സമയമായിട്ടില്ലല്ലോ. ഇവിടെ എവിടെയോ വെച്ചായിരുന്നു കല്യാണം. എന്നെ ചതിച്ച ദ്രോഹി! എവിടെടാ നിന്റെ മണവാട്ടി? ആ പരത്ത തള്ളി എല്ലാത്തിനെയും ഞാൻ തീർക്കും. പറയുന്നു കേക്ക്. പോ, ഞാൻ തയ്യാറാടാ. അടങ്ങാൻ. ഇനി നിനക്ക് അവളെ കിട്ടിയിട്ട് എന്ത് കാര്യം? എന്റെ പട്ടിക്ക് വേണം അവളെ. മറ്റു രണ്ടെണ്ണത്തിന് എനിക്ക് വേണ്ടത്. ജയിലിൽ പോ, ഞാൻ തയ്യാറാ. നീ ഒന്ന് ഒതുങ്ങ്. ഉടനെ എല്ലാരും എന്നോട് ക്ഷമിക്കണം, പ്രത്യേകിച്ച് അച്യുതൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുമലതയുടെ കഴുത്തിൽ നിന്നെ ഇനി എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ച ആ കൈ ഞാൻ വെട്ടും. എന്റെ അമ്മാവനായതിനു ശേഷമാടാ നിന്റെ അളിയനായത്. മാറിയിക്കടാ. എന്റെ പെങ്ങളെ വിധവയാക്കാൻ നീയല്ല നിന്റെ തന്ത വിചാരിച്ച് നടക്കത്തില്ല. മരിച്ചുപോയ തന്തയ്ക്ക് സുഭാഷനെ വല്ലതും തൊട്ടുണ്ടല്ലോ പൊന്നു മോനെ, നിന്റെ കൈ ഞാൻ വിട്ടു. സുമലതയെ കെട്ടിയത് ഞാനല്ലടാ. പിന്നെ ആരാടാ? അത് പറയാനൊരു സാവകാശം എന്താടാ? മദ്യലഹരിയിൽ ഇന്നലെ രാത്രി ഞാൻ സുമലതയെ കാണാൻ ഇറങ്ങി. അച്യുതന്റെ ഇഷ്ടം പറയുകയായിരുന്നു ലക്ഷ്യം. നമ്മുടെ PIP കനാലിനടുത്ത് എത്തിയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് ഞാനവിടെ നിന്നു. ആരാടാ അവിടെ? ഇങ്ങോട്ടിറങ്ങി ഇവിടെ കള്ള. കള്ളനല്ലല്ലോ, കള്ളിയാണല്ലോ. വെട്ടവിടെ. സുമലതയാണോ? തേടിയവള്ളി കാലി ചുറ്റി ഞാൻ മോളെ കാണാൻ അങ്ങോട്ട് വരുമായിരുന്നു. എന്നെ കാണാനോ? എന്തിന്? അപ്പൊ സുമയൊന്നും അറിഞ്ഞില്ലയോ? അച്യുതൻ സുഭാഷിനോട് പ്രതിജ്ഞ ചെയ്തേക്കുക, സുമയെ വിളിച്ചിറക്കി കൊണ്ടുപോയി കെട്ടുന്നു. എന്നെയോ? ആ, അത് പറയാനാ ഞാൻ അങ്ങോട്ട് വന്നത്. അച്യുതന് സുമയെ ഭയങ്കര ഇഷ്ടമാ. സുമയ്ക്കോ? അച്ചുവേട്ടനെ ഒരു കാലത്ത് എനിക്ക് ഇഷ്ടമായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂട്ടുകാരന്റെ പെങ്ങളെ പെങ്ങളായിട്ട് കാണാൻ പറ്റുമെന്നാ അന്ന് പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞു? ഇപ്പൊ തോന്നിയത് സ്നേഹം കൊണ്ടൊന്നല്ല, സുഭാഷേട്ടനോടുള്ള വാശിപ്പുറത്താ. ആ, മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. തന്നെയുമല്ല, കഴിഞ്ഞ 3 വർഷമായി ഞാനൊരാളായിട്ട് പ്രണയത്തിലാണ്. സത്യത്തിൽ നാട് വിട്ടുപോകാൻ ഇറങ്ങിയതാ. എന്നെ കൊണ്ടുപോകാൻ അദ്ദേഹം ഇപ്പൊ വരും. ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ഈ നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറഞ്ഞു. എന്നാ ഞാൻ ഈ കനാലിൽ ചാടും. നാളെ എന്റെ ശവം പൊങ്ങും. ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും. ഞങ്ങളുടെ തീരുമാനം അതാ. സുമേ, ദയവേത് സുഖേട്ടൻ ഞങ്ങളെ സഹായിക്കണം. ഞാനിപ്പോ എന്തോ പറയാനാ? നീ അച്യുതനും എനിക്ക് ഒരുപോലെ. പക്ഷെ ന്യായം നിന്റെ ഭാഗത്താ. അവൻ പൊട്ടൻ അല്ല. പെങ്ങളായി കണ്ടവളെ കെട്ടാൻ നടക്കൂ? നിന്റെ കല്യാണം ഈ സുഖേട്ടൻ നടത്തി തരും. എന്റെ 6 രൂപയാണോ സത്യം? ആരോ വിളിച്ചുമായി വരുന്നല്ലോ. പുള്ളിക്കാരൻ വന്നു. മറിയിക്കട്ടെ. വാ സുഖേട്ടാ, വേഗം വാ. വാ, വീണ് കളിക്കാതെ വേഗം വാ. വേഗം കേറ് സുഖേട്ടാ. ആ, എടുത്തോ. ഓ, മടിയിലിരിക്കാതെ മാറിയിരി അങ്ങോട്ട്. ഇത് മടിയായിരുന്നോ? സോറി പെങ്ങളെ. പോട്ടെ, ആരെങ്കിലും കാണും. പോട്ടെ.
പോയ പോയി ചെരിപ്പ സുമലതയും കൊണ്ട് അച്ചുവേട്ടൻ്റെ അമ്മാവൻ കാറിൽ നാട് കടന്നു. സുഭാഷേട്ടാ അയ്യോ! ഇന്നലെ കള്ളിന്റെ പുറത്ത് ആവേശത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി. പിന്നെ ആലോചിച്ചപ്പം ഇതാ ശരിയെന്ന് എനിക്ക് തോന്നി. എന്നിട്ടെന്താ അവർ ഇറങ്ങി വരാത്തേ? ഭയന്നിട്ടാ. ഇവിടുത്തെ നിലപാട് എന്താണെന്ന് അറിഞ്ഞിട്ട് വിളിക്കാന്ന് കരുതി. ഇനി വിളിക്കാലോ. നീ ധൈര്യമായിട്ട് ഇറങ്ങി വരാൻ പറയടാ. ഇനി ഇറങ്ങി പോരും കേട്ടോ. ഞാൻ മഹേഷ് മാധവ്. ബാംഗ്ലൂരും വിദേശത്തുമൊക്കെയായി എനിക്ക് എയർ ട്രാവൽസ് ബിസിനസ്സാണ്. പിന്നെ എൻ്റെ വീട്ടുകാരുടെ ശക്തമായ എതിർപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അത് നന്നായി. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. മോഹൻലാൽ ശോഭനെ പോലെ. കൊള്ളപ്പന്നി. ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം. സ്വത്തോ പണോ അല്ല ഒരു പെണ്ണിന് വേണ്ടത്. ഒരു പെണ്ണിനെ മനസ്സിലാക്കാനുള്ള മനസ്സ് മഹേഷ് ചേട്ടനുണ്ട്. അതാ ഞാൻ. സുഭാഷേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ആ കൈ ഒന്ന് പിടിച്ചു കൊടുത്താട്ടെ. ആ കഴിഞ്ഞ നന്നായി വരട്ടെ. അല്ല ചുതാ, നിന്റെ കൂട്ടുകാരന്റെ പെങ്ങളാ, ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോ. നന്നായി വരും. അച്ചുവിന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത് തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കാതെ പോയതാണ്. യുവത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടോ എന്നുള്ളത് സംശയത്തിലാണ്. അല്ല, നമുക്ക് ഉറപ്പിക്കാം, അച്ചുവിന്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണില്ല. നിക്ക് ഉറപ്പിക്കാൻ പറട്ടെ. അച്ചുവിന്റെ ജീവിതത്തിൽ ഇവിടുന്നാവും ഒരു ടേണിംഗ് പോയിന്റ് തുടങ്ങാൻ പോകുന്നത്. താൻ എവിടെ നോക്കിയാടോ നടക്കുന്നേ? കണ്ണും കാണത്തില്ല. രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യന് ഉരുട്ടിടാനായിട്ട്. കാലും മുറിഞ്ഞ് നോക്കി നിൽക്കാതെ കൈതാടോ. മാറടോ അങ്ങോട്ട്.